ഇങ്ങേരിതെന്താ വെടികൊണ്ട് വന്നപ്പോലെ ഓടി വരുന്നത്? ഇതെന്തു പറ്റി കൊച്ചുരാമ? അമ്പലത്തിൽ ആന വരണ്ടു, വല്യേട്ടൻ വരട്ടിയതെന്ന് എല്ലാരും പറയണേ. ആനക്കാലെ തീർന്നു കാണും. വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്കും കഴിയില്ലല്ലോ. എന്റെ ഭഗവതി, ചതിച്ചോ? മതി പീപ്പിച്ചത്. ഒളിമ്പിക്സിന് പോവാൻ നീ ഒറ്റ ഒരുത്തിയതിനൊക്കെ കാരണം. രസമല്ല സാമ്പാർ. ആന എന്റെ പുറത്ത് കേറിയേനെ. അപ്പൊ ആന ഏട്ടനെ ഒന്നും ചെയ്തില്ല ഏട്ടാ? ചെയ്തടാ, ആന കുത്തി കുടലെടുത്തു. നീ ഇതിനെ ഒന്നെടുത്തേ. മോക്ക് എന്തെങ്കിലും പറ്റിയോ? ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ ഈ സ്കൂളിൽ പ്രിൻസിപ്പളായിരിക്കുന്നിടത്തോളം കാലം യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. വേണ്ട, ഫീസിന്റെ കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവീഴ്ച ചെയ്താൽ മതി. നിങ്ങളെ പോലെ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കുന്ന പേരൻസ് ആണ് നമ്മുടെ കൾച്ചറിനെ നശിപ്പിക്കുന്നത്. ആട്ടെ, എന്താ നിങ്ങളുടെ ജോലി? ഓട്ടോ ഡ്രൈവറാ. ഓഹോ, അതാണ് ഇത്ര ചീപ്പായിട്ട് സംസാരിച്ചത്. ബൈ ദ ബൈ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാറുണ്ടോ? അംബാസഡർ പോരാ, ലാൻസർ ഫോർഡ്. കുറഞ്ഞ പക്ഷം ഒരു മാരുതി സെന്നെങ്കിലും വേണം. ഈ സ്കൂളിന്റെ അന്തസ്സിന് നിരക്കുന്ന വാഹനം ഉണ്ടായിരിക്കണം. ലൈലന്റ് ലോറി മതിയോ? സ്വന്തമായിട്ട് കാറുണ്ടായിരുന്നു അങ്ങനെ ഓട്ടോറിക്ഷയും തള്ളി നടക്കണോ? നിങ്ങളോട് ചോദിച്ചില്ല. ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ കോഴിത്തമ്പരാക്കന്മാരാ. ഞാൻ കൊട്ടാര സൂപ്രണ്ട് കൊച്ചുണ്ണി. കണ്ടിട്ട് മൊത്തം ഒരു ചീപ്പ് ലുക്ക്. ആ കുട്ടിയെ താഴെ ഇറക്ക്. ഇതെന്താടേ പോലീസ് സ്റ്റേഷനോ? ഇവിടെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ കുട്ടികളുടെ മുൻപിൽ വെച്ച് പരസ്പരം ബന്ധപ്പെടുമ്പോൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. ഇംഗ്ലീഷ് സംസാരിച്ചിട്ടായാലും മലയാളം സംസാരിച്ചിട്ടായാലും കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ ബന്ധപ്പെടുന്നത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതാണോ? സൈലൻസ്. ഇവിടെ ഡിസിപ്ലിൻ പാലിച്ചിരിക്കണം. വാട്ട്സ് യുവർ നെയിം? അമ്മുക്കുട്ടി. സേ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പറയൂ. I'm a Kochi. I am the granddaughter of late King Manavendra Varma and granddaughter of Devendra Varma and daughter of Vinod Varma from Lakshmipuram Palace. Good. കൂടെ വന്നവരെ പോലെ കുട്ടി അത്ര ചീപ്പല്ല. Okay, the first question. How many fingers are there in this hand? 5. How many teeth are in your mouth? മൊത്തം വെപ്പോല. അതാ ടീച്ചർ ഒന്നും മിണ്ടാത്തെ. ഈ കൊച്ചിതെങ്ങനെ കണ്ടുപിടിച്ചു? ഞങ്ങളുടെ പ്രിൻസിപ്പാളിന്റെ ചമ്മല് മാറ്റാൻ ആരാ ഒരു സോങ് ഇംഗ്ലീഷിൽ സിംഗ് ചെയ്യുന്നത്? Who will sing an English song? ഞങ്ങളുടെ മോള് വേണേ ഇംഗ്ലീഷ് പാട്ട് മലയാളത്തിൽ പാടും. തട്ടിവിട അമ്മുക്കുട്ട. നഴ്സറി സ്കൂളിൽ ആന വരണ്ടോ? ആനയല്ല വരേണ്ടത്, മനുഷ്യരാ. അമിട്ട് പൊട്ടിക്കുന്ന പോലെ അല്ലയോ മോളെ ഞങ്ങളെ കൂടെ പൊട്ടിച്ച് മേളിലോട്ട് വിട്ടത്. അയ്യോ, എന്തു പറ്റി മോളെ? നല്ല രസായിരുന്നു ആന്റി. എല്ലാരും ആകാശത്ത് പറന്നു നടന്നു. നമ്മുടെ മോളെ ഇനി ആ നഴ്സറി സ്കൂളിലേക്ക് അയക്കുന്ന പ്രശ്നമില്ല. അതൊരു വിദ്യാലയമല്ല, പ്രേതാലയമാ. ആ പ്രിൻസിപ്പലിന്റെ അവിടുത്തെ കംപ്ലീറ്റ് സാറന്മാരുടെയും ദേഹത്തിൽ പ്രേതബാധ കൂടിയിരിക്കുക. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ട് ചേർത്ത പ്രേതങ്ങളാ. എല്ലാവർക്കും ഡാൻസ് അറിയാം. അത് ഭൂതവും പ്രേതവും പിശാചും ഒന്നും അല്ല. അവരൊക്കെ മാജിക്കാരാ, മാജീഷ്യൻസ്. എല്ലാം മനസ്സിന്റെ തോന്നല, മെന്റൽ വൈബ്രിക്കേഷൻസ്, ലൂബ്രിക്കേഷൻസ്. ആ ലൂബ്രിക്കേഷന്റെ കൊളാബ്രിക്കേഷൻ കൊണ്ടായിരിക്കും യുക്തിവാദി എന്റെ അമ്മ എന്ന് വിളിച്ചോണ്ട് ആകാശത്തൂടെ പറന്നു നടന്നത്. ദൈവത്തിന്റെയും പ്രേതത്തിന്റെയും കഴിവൊന്നുമല്ല, എന്റെ മെന്റൽ കൺട്രോൾ കയ്യിൽ നിന്ന് പോയിട്ടാ. പിന്നെ കയ്യിലല്ലേ മെന്റൽ കൺട്രോൾ. ഈശ്വരനിലും പ്രേതത്തിലും ഒന്നും വിശ്വസിക്കണ്ട. ഇങ്ങനെ നിന്നിച്ച് നടന്നോ. പഴയ നക്സലൈറ്റുകളും യുക്തിവാദികളും തീവ്രവാദികളും ഒക്കെ ഇപ്പൊ കുറിയും തൊട്ട് നടക്കുന്ന ഭക്തന്മാരാ. ഭയങ്കര കണ്ടുപിടുത്തം. നിന്നെ പോലെ മനക്കെട്ടില്ലാത്തവരായി എന്തിനും ഏതിനും ഈശ്വരനെ ആശ്രയിക്കുന്നു. ഹൂ ഈസ് ഈശ്വരൻ? ഈശ്വര എന്നോട് പൊറുക്കണേ. നമ്മൾ കുഞ്ഞ് മനുഷ്യ കുഞ്ഞല്ല. ഭാഗ്യം, ഭാഗ്യം. വല്യമ്മാമ എന്തിനാ ഓടിയത്? നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. നീ ഭൂതമാണ്, പ്രേതമാണ്. അയ്യോ, നമ്മുടെ കുഞ്ഞ് പിശാചാണ്.
തമ്പുരാനെ, എവിടെ ഇരിക്കുവാ? കണ്ണിന് കാണാൻ പോലും ഇല്ല. ഇവിടെ ഏ, എവിടെ? ഇവിടെ ഇവിടെ എടാ, കൊച്ചുണ്ണി, എന്നെ ഒന്ന് താഴെ ഇറക്കടാ. ദൈവമേ, ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ എങ്ങനെ മുകളിൽ കയറി? ഇതാണ് പറയുന്നത്, കണ്ടു കണ്ടങ്ങി ഇരിക്കുന്ന മണ്ടനെ കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും പവാൻ. ഇതെങ്ങനെ കേറി? കേറിയതല്ല, എന്നെ കേറ്റിയതാ. ആര്? ഈ കൊട്ടാരത്തിലെ പിഞ്ചോമന്. ഓമനയോ? അതേതോമന? അതും വലിയ തമ്പുരാനെ മേലെ കയറ്റാൻ പറ്റിയ ഓമന? ഇവിടെ ഇരുന്നാ ലോകം മുഴുവൻ കാണാവേ. എന്താ എന്താ ഇവിടെ ഏ? കൊട്ടാരത്തിൽ കള്ളം കയറിയോ? ഇറങ്ങി വേണോ താഴെ? പോടാ, പന്ന പുല്ലേ. അയ്യേ. ഓ, ഏട്ടനായിരുന്നോ? ഇപ്പൊ മനസ്സിലായല്ലോ. ഏട്ടൻ കള്ളൂടി മാത്രമല്ല കഞ്ചാവ് വലിയും തുടങ്ങിയിട്ടുണ്ട്. നീ പോടാ തമ്പുരാൻ പട്ടി. എടാ കൊച്ചുണ്ണി, നീ എന്നെ ഒന്ന് താഴെ ലാൻഡ് ചെയ്യടാ. ഞാൻ എല്ലാ വിവരവും പറയാം. എടോ മണ്ടൻ സൂപ്രണ്ടെ നോക്കി നിൽക്കാതെ ഏണി എടുത്തോണ്ട് വാടോ. ഏണി? അയ്യേ.